കടവന്ത്രയിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ യുവതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് പോലീസ്. താൻ ഗർഭം ആഗ്രഹിച്ചിരുന്നില്ലെന്ന് യുവതി പറഞ്ഞു. ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ആൺസുഹൃത്ത് ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെന്നും ഗർഭിണിയാണെന്ന് തിരിച്ചറിയാൻ വൈകിയത് കൊണ്ട് തന്നെ ഗർഭം അലസിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നുവെന്നുമാണ് യുവതിയുടെ മൊഴി. ഗർഭിണിയാണെന്ന് മാതാപിതാക്കളോട് പറയാൻ തനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ലെന്ന് യുവതി പറഞ്ഞു. ഗർഭിണിയായത് ആൺസുഹൃത്തിന് അറിയാമായിരുന്നു. പിന്തുണ ലഭിക്കാത്തത് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി. ആൺസുഹൃത്തുമായി ഉണ്ടായിരുന്നത് ഗാഢപ്രണയമല്ല, എന്നാൽ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ബന്ധം സൂക്ഷിക്കാൻ ആൺസുഹൃത്ത് തയ്യാറായില്ലെന്ന് യുവതി പോലീസിനോട് പറഞ്ഞു. അതേസമയം കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്നായിരുന്നു യുവതി പറഞ്ഞത്. കുഞ്ഞ് കരഞ്ഞാൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരികെയിരുന്നുവെന്നും 8 മണിയോടെ അമ്മ വാതിലിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായ താൻ കയ്യിൽ കിട്ടിയ കവറിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു. പനമ്പള്ളി നഗറിനു സമീപത്തെ ഫ്ളാറ്റിൽ വെള്ളിയാഴ്ച രാവിലെയോടെയാണ് സംഭവം നടന്നത്. ഫ്ളാറ്റിൽ താമസിക്കുന്ന 23-കാരിയാണ് പ്രസവിച്ച 3 മണിക്കൂറിനകം ബാൽക്കണിയിൽ നിന്ന് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞുകൊന്നത്. പീഡനത്തിന് ഇരയായാണ് യുവതി കുഞ്ഞിന് ജന്മം നൽകിയതെന്ന് പോലീസ് പറഞ്ഞു. വെള്ളി പുലർച്ചെ 5-നാണ് കുഞ്ഞിനെ പ്രസവിച്ചത്. ഓൺലൈൻ ഡെലിവറി സ്ഥാപനത്തിന്റെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞാണ് മൃതദേഹം വലിച്ചെറിഞ്ഞത്. റോഡിൽ വീണ മൃതദേഹത്തിൽ വാഹനം കയറി ഇറങ്ങിയിട്ടുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. നവജാത ശിശുവിന്റെ മൃതദേഹം ആദ്യം കണ്ടത് ഇടുക്കി പീരുമേട് ഡ്രൈവർ ജിതിൻ കുമാറാണ്. റോഡിന് നടുവിൽ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിന്ന് തെറിച്ചു വീണ് കിടക്കുന്ന പാവ എന്നാണ് ഡ്രൈവർ ആദ്യം കരുതിയിരുന്നത്. സംശയം തോന്നി വാഹനം ഒതുക്കി നിർത്തിയപ്പോഴാണ് ചോരക്കുഞ്ഞാണെന്ന് മനസ്സിലായത്. കൊച്ചി കപ്പൽശാല മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കരാർ ഡ്രൈവറായ ജിതിൻ രാവിലെ 8:20ഓടെയാണ് പനമ്പള്ളി നഗർ വിദ്യാനഗർ ലിങ്ക് റോഡ് വഴി പോയത്. ഷിപ്പ്യാർഡിൽ നിന്ന് കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് മൃതദേഹം കണ്ടത്.